മലായികത്തുൻ ഇലാദുൻ ശിദാദുൽ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. ആ നരകത്തിന്റെ കാവൽക്കാരായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നിർത്തിയിരിക്കുന്ന മലക്കുകൾ അലൈഹാ മലായികത്തുൻ ഇലാദുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. അലൈഹാ, ആ നരകത്തിന്റെ കാവൽക്കാരായി കൊണ്ട് അല്ലാഹു തആല നിയമിച്ചിരിക്കുന്നത് മലായികത്തുൻ ഏതാനും മലക്കുകളാണ്. മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു തആല 19ഓളം പ്രധാനപ്പെട്ട മലക്കുകളെയാണ് നരകത്തിന്റെ ഇൻചാർജ് ഏൽപ്പിച്ചിട്ടുള്ളത് എന്ന് ഖുർആനിൽ തന്നെ മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതായി കാണാൻ കഴിയും. അലൈഹാ മലായികത്തുൻ, ഏതാനും മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു തആല നരകത്തിന്റെ കാവൽക്കാരായി കൊണ്ട് അല്ലാഹു തആല നിയമിച്ചിട്ടുണ്ട്. ആ മലക്കുകളുടെ സ്വഭാവമാണ് അല്ലാഹു തആല പറയുന്നത്. ഇലാദുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. വലത് ആ പദത്തിൽ നിന്ന് തന്നെ അതിന്റെ അർത്ഥങ്ങൾ നമ്മൾക്ക് വായിച്ചെടുക്കാൻ കഴിയും. വളരെ ഇലാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ക്രൂരരായ സ്വഭാവമുള്ള മലക്കുകൾ എന്നാണ് അതിന്റെ അർത്ഥം. ഹൃദയത്തിൽ അല്പം പോലും കാരുണ്യത്തിന്റെ ഒരു ഗണിക പോലും ഇല്ലാത്ത, അല്പം പോലും റഹ്മത്ത് കൽബിലില്ലാത്ത ക്രൂരരും ശക്തരുമായ മലക്കുകളെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല നരകത്തിന്റെ പാറാവുകാരായി കൊണ്ട് അല്ലാഹു തആല നിയമിച്ചിട്ടുള്ളത്. അങ്ങനെയാണല്ലോ ഒരു ബിൽഡിങ്ങിന്റെ ഹാരിസ് ആകുമ്പോൾ, പിന്നെ ഒരു ബിൽഡിങ്ങിന്റെ അതല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ ഹാരിസ് എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിനെ കാക്കാൻ വേണ്ടി കമ്പനി നിയോഗിക്കുന്ന ആളുകളാണ്. അയാൾ പ്രത്യേകമായ ഡ്രസ്സിലും അതുപോലെ തന്നെ പ്രത്യേകമായ പരിശീലനം സിദ്ധിച്ച സെക്യൂരിറ്റിക്കാരെയാണ് ഒരു കമ്പനിയുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി നിയമിക്കാറുള്ളത്. കാരണം എന്താ, ആ സെക്യൂരിറ്റിക്കാരെ സ്വാധീനിച്ച് പലർക്കും പണം കൊടുത്തോ അതല്ലെങ്കിൽ പ്രകോപനങ്ങളെ കൊണ്ടോ പ്രലോഭനങ്ങളെ കൊണ്ടോ ഒക്കെ സ്വാധീനിച്ചുകൊണ്ട്, സെക്യൂരിറ്റിക്കാരെ സ്വാധീനിച്ചുകൊണ്ട്